പിന്നെ ആർ സി ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ സി ബി സത്യം പറഞ്ഞാൽ നമുക്കറിയാം പോയ സീസണിൻ്റെ അതേ കണ്ടിന്യൂഷനാണ്. ഉടമകളാണ് മാറിയിട്ടുള്ളത്, ടീമിൽ കാര്യമായ മാറ്റമില്ല. ഉടമകൾ നമുക്കറിയാം. പിന്നെ മല്യയുടെ ആ ഒരു ഇതൊക്കെ പോയി പുതിയ ബിർളയുടെ ലോണേഴ്സ് വന്നു. അപ്പോഴും റോയൽ ചാലഞ്ചേഴ്സ് എന്നുള്ള പേരുണ്ടാകുമോ ഇല്ല എന്നൊക്കെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബിർള ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു അവരുടെ മകൾ ആരോ എന്നല്ല പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ റോയൽ ചാലഞ്ചേഴ്സ് എന്നുള്ള പേരിൽ തന്നെയാകും പോവുക എന്നുള്ളത്. അത് ശരിക്കും ഒരു കൗതുകമുള്ള സംഭവമാണ്. കാരണം മല്യയുടെ ബ്രാൻഡായിരുന്നു ഈ റോയൽ ചാലഞ്ചേഴ്സ്, എന്താണെന്ന് നമുക്കറിയാലോ. അതേ പേര് തന്നെയാണ് പുതിയ കമ്പനി ഉള്ളതെന്നുണ്ട്. അപ്പോൾ ആർ സി ബി ടീമിലേക്ക് വന്നാൽ നമുക്കറിയാം പൊതുവേ ഒരു കപ്പടിക്കുന്ന ടീം പിന്നെ തൊട്ടടുത്ത സീസണിൽ അങ്ങനെ വലിയ ചേഞ്ചുകൾക്ക് നിൽക്കാറില്ല. അപ്പോൾ ആർ സി ബി അതേ ടീമിൽ തന്നെയാണ് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. നല്ല ടീമാണ്, നല്ല പെർഫെക്റ്റ് ബാലൻസ്ഡ് ടീമാണ്. പണ്ടൊക്കെ ആർ സി ബി എങ്ങനെ വെച്ചാൽ ഒരു 3 നല്ല പ്ലേയേഴ്സ് ഉണ്ടാവും, കോഹ്ലി, ഡിവില്ലേഴ്സ്, ഗെയിൽ. അത് നല്ല പ്ലേയേഴ്സാണ്. ചിലപ്പോൾ അതിലേക്ക് ഒരു വാട്സണൊക്കെ ചേരും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാറുകളുണ്ടാവും, പക്ഷേ ബാലൻസ് ഉണ്ടാവില്ല. ഓരോ സ്പോർട്ടിനുള്ള ആളുകൾ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഇന്ത്യൻ താരങ്ങൾ തീരെ ഉണ്ടാവാറില്ല ടീമിൽ. ഒരു ഗുർകീരത് സിംഗിനൊക്കെ വെച്ചിട്ട് കുറേ കാലം കൊണ്ടു നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൗളിങ്ങും അതെ, ഏറ്റവും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഗെയിലെടുക്കുന്ന റൺസൊക്കെ കൊടുക്കാൻ കുറേ ബൗളേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. പലരെയും അവർ കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റെയിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബൗളേഴ്സിന് ഒരു പരീക്ഷയൊക്കെ ഉണ്ട്, അതൊന്നും ശരിയായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ടീം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ബാലൻസ്ഡ് സ്ക്വാഡാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കോച്ചിങ് സ്റ്റാഫ് ആർ സി ബിക്ക് ഉണ്ട്. ഒന്ന് ആൻഡി ഫ്ലവറാണ് പ്രധാനപ്പെട്ട കോച്ച്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ദിനേശ് കാർത്തിക് ഉണ്ട്. ദിനേശ് കാർത്തിക് വലിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് കാര്യമായ റോളുണ്ട്. പിന്നെ 2 സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് മോ ബബാട്ട് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ഒരു ഹെയർ